അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഒരിക്കൽ ഒരാൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും അത്ഭുതകരമായ ഒരു വാർത്ത കേൾപ്പിച്ചാലും എന്നാവശ്യപ്പെട്ടു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യങ്ങളിൽ അത്ഭുതകരമല്ലാത്ത എന്ത് കാര്യമാണുള്ളത്? തങ്ങളുടെ എല്ലാ കാര്യങ്ങളും അത്ഭുതകരം തന്നെയാണ്. ഒരു ദിവസം രാത്രി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ അടുക്കൽ കിടന്നിരുന്നു. അല്പം കഴിഞ്ഞ് നബി തങ്ങൾ, ഞാൻ പോകട്ടെ, എൻ്റെ റബ്ബിന് ഇബാദത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി നിസ്കാരത്തിന് വേണ്ടി നിൽക്കുകയും കരയാൻ ആരംഭിക്കുകയും ചെയ്തു. കരഞ്ഞ് കരഞ്ഞ് തങ്ങളുടെ നെഞ്ചിൽ കൂടി കണ്ണുനീരൊഴുകാൻ തുടങ്ങി. അനന്തരം റുക്കൂ ചെയ്തു. ഇതേ നിലയിൽ സുജൂദിലും സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലും തങ്ങൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു വന്ന് സുബഹി നിസ്കാരത്തിനായി വിളിക്കുന്നത് വരെ തങ്ങൾ ഇതേ രീതിയിൽ നിസ്കാരത്തിൽ തന്നെ. അപ്പോൾ ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, തങ്ങൾ എല്ലാ കുറ്റങ്ങളിൽ നിന്നും കാക്കപ്പെട്ടവരാണല്ലോ. അഥവാ വല്ല കുറ്റവുമുണ്ടെന്ന് സങ്കല്പിച്ചാൽ തന്നെ മുൻപാപങ്ങളെല്ലാം മാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്ന് അള്ളാഹു തങ്ങളോട് കരാർ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇപ്രകാരം കരയുന്നത്? അപ്പോൾ തങ്ങൾ പറഞ്ഞു, അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയായിരിക്കേണ്ടയോ എന്ന് മറുപടി പറഞ്ഞു. പിന്നീട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇന്നെനിക്ക് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് എന്ന ആയത്ത് ഇറങ്ങിയിരിക്കുന്ന സ്ഥിതിക്ക് ഞാൻ എങ്ങനെ ഇപ്രകാരം ഇബാദത്ത് ചെയ്യാതിരിക്കുമെന്ന് പറയുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി സമയങ്ങളിൽ വളരെ ദീർഘനേരം നിസ്കരിക്കുന്നത് കാരണമായി തങ്ങളുടെ കാലുകളിൽ നീരുകെട്ടുമായിരുന്നു. സഹാബാക്കൾ തങ്ങളോട്, അല്ലാഹുവിൻ്റെ റസൂലേ, തങ്ങൾ ഇത്രയേറെ ബുദ്ധിമുട്ടുന്നത് എന്തിനാണ്? തങ്ങൾ മുൻപാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവരാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ, എന്നാൽ ഞാൻ ഒരു നന്ദിയുള്ള അടിമയായിരിക്കേണ്ടയോ എന്ന് തങ്ങൾ മറുപടി പറയുമായിരുന്നു. അനേകം റിവായത്തുകളിലൂടെ ഈ ആശയത്തിലുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം യാത്ര ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്വാക്ക് ചെയ്ത് വുളു എടുത്ത ശേഷം നിസ്കരിക്കാൻ ആരംഭിച്ചു.
ഞാനും തങ്ങളുടെ കൂട്ടത്തിൽ നിസ്കാരത്തിൽ പങ്കെടുത്തു. തങ്ങൾ ആദ്യത്തെ ഒരു റക്അത്തിൽ സൂറത്തുൽ ബഖറ മുഴുവനും ഓതിത്തീർത്തു. ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്ന ആയത്തെത്തിയാൽ ഓതൽ നിർത്തിയിട്ട് വളരെ നേരം റഹ്മത്തിനായി ദുആ ചെയ്തുകൊണ്ടിരിക്കും. ശിക്ഷയെക്കുറിച്ച് പറയുന്ന ആയത്തിലെത്തിയാൽ വളരെ നേരം അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും കാവൽ തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. സൂറത്ത് ഓതിക്കഴിഞ്ഞപ്പോൾ റുക്കൂ ചെയ്തു. സൂറത്തുൽ ബഖറ ഓതുന്നതിനായി എടുത്ത അത്രയും സമയം തന്നെ റുക്കൂയിൽ കഴിഞ്ഞുകൂടുകയും അതിൽ സുബ്ഹാന ദിൽ ജബറൂത്തി വൽ മലക്കൂത്തി വൽ അദ്മാ, സർവാധികാരവും ഉടമസ്ഥതയും മഹത്വവും ഉള്ളവനായ അള്ളാഹു പരിശുദ്ധനാണ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അത്രയും തന്നെ ദീർഘനേരം സുജൂദിൽ കിടന്നു. ഇതേ നിലയിൽ ആദ്യത്തെ റക്അത്ത് പൂർത്തിയാക്കിയ ശേഷം രണ്ടാമത്തെ റക്അത്തിൽ സൂറത്ത് ആലി ഇമ്രാൻ ഓതി. ഇപ്രകാരം 4 റക്അത്തിലും തുടരെയുള്ള ഓരോരോ സൂറത്തുകൾ ഓതിക്കൊണ്ടിരുന്നു. അങ്ങനെ 4 റക്അത്തിലും കൂടി 6.25 ജുസ്ആയി. ഇത് എത്രമാത്രം നീണ്ട നിസ്കാരമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കണം സുഹൃത്തുക്കളെ. റഹ്മത്തിൻ്റെ ആയത്തുകളും അദാബിൻ്റെ ആയത്തുകളും വരുമ്പോൾ വളരെ നേരം ദുആ ചെയ്തുകൊണ്ടിരിക്കും. നൃത്തത്തിൻ്റെ അത്രയും സമയം തന്നെ റുക്കൂയിലും ഓരോരോ സുജൂദിലും താമസിക്കും. ഹുദൈഫ റളിയല്ലാഹു അൻഹു അവർകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇതേ രീതിയിൽ ദീർഘനേരം നിന്ന് നിസ്കരിച്ച ഒരു സംഭവം വിവരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 റക്അത്തിലായി സൂറത്തുൽ ബഖറ മുഴുവൻ മുതൽ സൂറത്തുൽ മാഇദ വരെ 4 സൂറത്ത് ഓതിത്തീർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 4 റക്അത്തുകളിലായി ഓതിയ 4 സൂറത്തുകളും കൂടി ഏകദേശം 6.25 ജുസ്. കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സമാധാനമായും തജ്വീദോടു കൂടിയും റഹ്മത്തിൻ്റെയും അദാബിൻ്റെയും ആയത്തുകൾ വരുമ്പോൾ ദീർഘനേരം ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും പതിവാണ്. അതുപോലെ തന്നെ ദീർഘസമയം റുക്കൂവും സുജൂദും ചെയ്തുകൊണ്ടിരിക്കും. ഇതേ നിലയിൽ 4 റക്അത്തിലായി എത്ര സമയം ചെലവഴിച്ചിരിക്കുമെന്ന് ഇതിൽ നിന്നും കണക്കാക്കി നോക്കണം. ചില സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകദേശം 5 ജുസ് വരുന്ന സൂറത്തുൽ ബഖറ, സൂറത്തു ആലി ഇമ്രാൻ, സൂറത്തുൽ മാഇദ എന്നീ 3 സൂറത്തുകൾ 2 റക്അത്തിൽ ഓതിയിരുന്നു. നിസ്കാരത്തിൽ സമാധാനവും സന്തോഷാതിരേകത്താൽ കണ്ണുകുളിർമയാകാനുള്ള സൗഭാഗ്യവും ലഭ്യമാകുമ്പോൾ മാത്രമാണ് ഇപ്രകാരമെല്ലാം നിസ്കരിക്കാൻ കഴിയുന്നത്. നിസ്കാരത്തിലാണ് എൻ്റെ കണ്ണ് കുളിർമയാകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, നബി തങ്ങളെ പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്കും കുടുംബത്തിനും പ്രദാനം ചെയ്യണേ. ആമീൻ. അർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.